ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷതീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ KS രാജേന്ദ്രൻ മാസ്റ്റർ. ചാരഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ചാരഫലങ്ങൾ പൊതുവെ ഒരു കൂറിൽ ഉൾപ്പെട്ട 2 നക്ഷത്രത്തിന് പൊതുവായി അനുഭവിക്കാൻ ഇടയുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ്. ചില ഗ്രഹങ്ങൾ ചില സ്ഥാനത്ത് ഗുണാനുഭവങ്ങൾ തരുമ്പോൾ മറ്റു ചില സ്ഥാനത്ത് ദോഷാനുഭവങ്ങൾ തരും. ഗുണദോഷ സമ്മിശ്രമായിരിക്കും മിക്കവർക്കും ചാരഫലം. ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പോലും ഒരേ അനുഭവം ഉണ്ടാകണമെന്നില്ല. ജനനസമയത്തെ ഗ്രഹങ്ങളുടെ ബലാബലം അനുസരിച്ചും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദശയുടെയും അപഹാരത്തിന്റെയും ഗുണദോഷങ്ങൾ അനുസരിച്ചുമായിരിക്കും നമ്മൾ ചാരഫലം അനുഭവിക്കാൻ ഇടവരിക. അതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടോ ചിലപ്പോൾ ദോഷഫലങ്ങൾ കൂടിയോ ചിലപ്പോൾ ശുഭഫലങ്ങൾ കൂടിയോ ഒക്കെ ചാരഫലങ്ങൾ പറയേണ്ടതായി വരും. മകം, പൂരം, ഉത്തരംകാലം ഈ നക്ഷത്രം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറിൽ ജനിച്ചവർ ഈ ജൂലൈ മാസം അനുഭവിക്കാൻ ഇടയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യമായി ഗ്രഹസ്ഥിതി നോക്കാം. മാസാരംഭത്തിൽ സൂര്യനും വ്യാഴവും മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശനി മീനം രാശിയിലും ശുക്രൻ ഇടവൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ബുധന്റെ സ്ഥിതി കർക്കിടകം രാശിയിലും ചൊവ്വയുടെ സ്ഥിതി ചിങ്ങൻ രാശിയിലുമാണ്. ജൂലൈ മാസം 16-ാം തീയതി സൂര്യൻ കർക്കിടകം രാശിയിലേക്കും ജൂലൈ മാസം 26-ാം തീയതി ശുക്രൻ മിഥുനൻ രാശിയിലേക്കും ജൂലൈ മാസം 28-ാം തീയതി ചൊവ്വ കന്നി രാശിയിലേക്കും മാറും. രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി. മാസത്തിന്റെ ആദ്യ പകുതിയിൽ 11-ൽ നിൽക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. സ്ഥാനാന്തര പ്രാപ്തിയും രോഗമുക്തിയും ഐശ്വര്യവും ഈ കൂറിൽ ജനിച്ചവർക്ക് വന്നു ചേരും. കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും. ഉദ്യോഗസ്ഥന്മാർക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർന്ന സ്ഥാനത്തേക്ക് പ്രമോഷൻ ലഭിക്കുവാൻ ഇടവരും. അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. ഉയർന്ന സ്ഥാനങ്ങൾ നേടുവാൻ ഇവർക്ക് അനുകൂല സമയമാണ്. ചെറിയ രോഗങ്ങളിൽ നിന്നും മറ്റും ദുരിതങ്ങൾ അനുഭവിച്ച് വരുന്നവർക്ക് അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാകും. കർമ്മരംഗത്ത് നിന്നും വലിയ സാമ്പത്തിക നേട്ടം വന്നു ചേരും. ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ജൂലൈ മാസം 16-ാം തീയതിക്ക് ശേഷം കർക്കിടക രാശിയിലേക്ക് മാറുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് അത്ര ഗുണകരമല്ല. തങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ തടസ്സപ്പെടുവാനോ അഥവാ പൂർത്തിയായാൽ തന്നെ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കാതെ വരികയോ ചെയ്യും. തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉദ്ദേശശുദ്ധിയെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുകയോ പരിഹസിക്കുകയോ ചെയ്യുവാൻ സാധ്യത ഉണ്ട്. 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ രോഗഭയവും ശത്രുഭയവും ജനിപ്പിക്കുന്നതാണ്. 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനെ 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം വിപരീത വേദം ചെയ്യുന്നതിനാൽ ഈ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല. 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ്. അഭീഷ്ടസിദ്ധി, സ്ഥാനാന്തര പ്രാപ്തി, ധനലാഭം എന്നീ ഗുണങ്ങൾ ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ്. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ കഴിയും. കർമ്മരംഗത്ത് വളരെ പുഷ്ടി പ്രാപിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്കും അവർ ആഗ്രഹിക്കുന്ന കോഴ്സിന് ചേർന്ന് പഠിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും. പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും സ്ഥാനമാനങ്ങൾ അവരെ തേടിയെത്തുന്ന അവസ്ഥയുണ്ടാകും. കച്ചവടക്കാർക്കും വ്യവസായികൾക്കും കൃഷിക്കാർക്കും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ധനനേട്ടം വന്നു ചേരും. ദമ്പതിമാരുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഉണർവ് ഉണ്ടാകും. വളരെ ദൃഢമായ ഒരു ദാമ്പത്തിക ബന്ധം ഉടലെടുക്കും. വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂല സമയമാണ്. പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും
ഈ ജൂലൈ മാസം വളരെ അനുകൂലമാണ്. വീട്, വാഹനം, വസ്തു ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. സ്വന്തമായി വീടില്ലാത്തവർക്ക് പുതിയ വീട് പണിയുവാനോ പഴയ വീട് പൊളിച്ച് പുതുക്കി പണിയുവാനോ അവസരം ഉണ്ടാകും. ചൊവ്വയും ഈ കൂറുകാർക്ക് അനുകൂലമല്ല. കള്ളന്മാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നുമൊക്കെ ചില ഉപദ്രവങ്ങൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധാപൂർവം മുന്നേറണം. 8ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഈ കൂറുകാർക്ക് അനുകൂല ഫലമല്ല നൽകുന്നത്. സ്വജനങ്ങളുമായി വിരോധമുണ്ടാകുവാൻ സംഗതി വരും. സുഹൃത്തുക്കളും ബന്ധുക്കളും അകൽച്ചയോടെ കഴിയുന്ന അനുഭവം ഉണ്ടാകാനിടയുണ്ട്. എന്നാൽ ജൂലൈ 13 മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ദോഷഫലങ്ങൾ കുറച്ച് ഗുണഫലങ്ങൾ കൂടുതലായി നൽകുന്നതാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും. കച്ചവടക്കാർക്കും വ്യവസായികൾക്കും കൃഷിക്കാർക്കും അവരുടെ കർമ്മരംഗത്ത് പുതിയ ഉണർവുകൾ വന്നു ചേരും. 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ സ്ത്രീകളുടെ അനിഷ്ടം മൂലം ചില ദുരിതങ്ങളൊക്കെ വരുത്തിവെക്കും. സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ഒരു ജാഗ്രത കൈക്കൊള്ളേണ്ടതാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരും. 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ചില ദോഷഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത്. കാലിനോ കണ്ണിനോ ചില അസുഖങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അന്യ സ്ത്രീ സംസർഗം മൂലം ചില ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടെ നീങ്ങണം. പാഴ്ചെലവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കേതു ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ നൽകുന്നതാണ്. സാമ്പത്തിക നേട്ടവും സുഖാനുഭവങ്ങളും ഉണ്ടാക്കും. എന്നാൽ മറ്റുള്ളവരുമായി കലഹത്തിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശിവഭഗവാന് ധാര കഴിക്കുകയും കൂവളമാല സമർപ്പിക്കുകയും ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയുവാൻ ഇടവരുത്തും. സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം ചെയ്യുന്നത് ചൊവ്വയെ കൊണ്ടുള്ള ദോഷാനുഭവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. ശനീശ്വരനെ കൊണ്ട് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് നല്ലതാണ്. ദുർഗാദേവിക്ക് പ്രീതികരമായ വഴിപാടുകൾ നടത്തുന്നതും ഗണപതി ഹോമം നടത്തുന്നതും രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടുമുള്ള ദോഷങ്ങൾ കുറയുന്നതിന് സഹായിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ജ്യോതിഷ ആവശ്യങ്ങൾക്കായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.